ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് മരിച്ച ഷിബിനിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ചികിത്സാ പിഴവാണ് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇത് നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ. പരാതിയിൽ മെഡിക്കൽ കോളേജ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ച അന്വേഷണവും ഇന്ന് തുടങ്ങും. ആലപ്പുഴയിൽ നിന്ന് ഹരികൃഷ്ണൻ ചേരുന്നു. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിന് ഈ യുവതി, അതായത് പ്രസവത്തിനിടയിൽ ഈ യുവതിക്ക് അണുബാധ സംഭവിക്കുന്നു. അതിനുശേഷം ഈ യുവതി ഇന്നലെ ഈ ചികിത്സയ്ക്കിടെ ഈ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ മാർച്ച് 26-ാം തീയതിയാണ് ഈ യുവതിയെ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ പ്രസവത്തിനായി എത്തുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ അണുബാധ പെടുന്നത്. ഈ പ്രസവത്തിന് ശേഷവും ഈ അണുബാധ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. അതിനുശേഷം ഇവരുടെ ആരോഗ്യനില വഷളാവുകയും ഈ ആശുപത്രി അധികൃതർ ഇത് കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ് ഈ ബന്ധുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ ഈ യുവതി കഴിച്ചിരുന്നു. അതൊക്കെയും ഈ അണുബാധ ഉണ്ടായിട്ടും ഇത്തരത്തിൽ നിർത്താനൊരു നിർദ്ദേശം ആശുപത്രി അധികൃതർ നൽകി എന്നുള്ളതാണ് ബന്ധുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിനുശേഷം ഇന്നലെ ഈ 30-ാം തീയതി തന്നെ വീണ്ടും ഈ യുവതിയെ വെന്റിലേറ്ററിലേക്ക് ഈ ചികിത്സയ്ക്കായി ഇവിടേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ആരോഗ്യനില വഷളാവുന്നു. ഇന്നലെ മരണമടയുന്നു എന്നുള്ളതാണ്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ആരോപണം ഉയരുന്നുണ്ട്. ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിരെ നേരത്തെ തന്നെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതായത് ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയിൽ ചികിത്സയ്ക്കിടെ, അതായത് പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയക്കിടെ ഒരു യുവതിയും മരിച്ചിരുന്നു. ആ കാരണത്താൽ തന്നെ ഈ മെഡിക്കൽ കോളേജിൽ വ്യാപകമായി ഇത്തരത്തിൽ ചികിത്സയ്ക്കിടെ മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നാട്ടുകാരിൽ നിന്ന് അടക്കം ഉയരുന്നുണ്ട്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണവും ഉടൻ തന്നെ നടക്കും എന്നുള്ളതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഏതായാലും അതിൻ്റെ കൂടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഈ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുള്ളൂ. ഇത് ചികിത്സാ പിഴവാണോ അടക്കമുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. SK. ഓക്കെ, താങ്ക് യു.